ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇതുപോലത്തെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. XXL സൈസാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു റഫറൽ പിക്കാണ് അവരെനിക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഏകദേശം മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ലൈനിങ് മെറ്റീരിയൽ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ബാക്ക് വശത്ത് മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കേട്ടോ, ഫ്രണ്ട് വശത്ത് ഞാൻ എടുക്കുന്നില്ല. ബാക്ക് വശത്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ അളവും കാര്യങ്ങളും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ആം ഹോൾ എടുക്കുന്നത് 8 ഇഞ്ചാണ്. ഷോൾഡർ അതുപോലെ 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് കൈക്കുഴി വരച്ച് കൊടുക്കാം. പിന്നെ ചെസ്റ്റ് അളവും അതുപോലെ തന്നെ വേസ്റ്റ് അളവും എല്ലാം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ എല്ലാത്തിനും ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് വശം ബാക്ക് വശം വേറെ വേറെ കട്ട് ചെയ്യേണ്ട. ഫ്രണ്ടിൽ കട്ടിങ് വരുന്നതുകൊണ്ട് ഫ്രണ്ടിൽ എക്സ്ട്രാ തുണിയൊക്കെ വേണം. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ല തുണിയുടേതും അതെ, ലൈനിങ്ങിൻ്റെതും അത് രണ്ടും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നല്ല റെഡ് കളർ വേണമെന്നാണ്. അപ്പോൾ റെഡ് കളർ 2.5 മീറ്റർ ജോർജറ്റിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ 2.25 മീറ്റർ ലൈനിങ്ങുമാണ് എടുത്തിട്ടുള്ളത്. കൈക്ക് വേണ്ടിയിട്ട് ഒരു 1/2 മീറ്റർ ഓർഗൻസിയും കൂടി എടുത്തിട്ടുണ്ട്. ഓർഗൻസ ചെറിയൊരു ഫ്ലവറിലൊരു പ്രിൻറ്റ് വരുന്ന ഒരു ടൈപ്പ് ഓർഗൻസിയാണ് എടുത്തിട്ടുള്ളത്. കൈമുട്ട് വരെ മാത്രമേ കൈ വേണ്ടൂ. പിന്നെ പഫോ കാര്യങ്ങളൊന്നും വേണ്ട, നോർമൽ സ്ലീവ് മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഒരു 1/2 മീറ്റർ മെറ്റീരിയലും കാര്യങ്ങളേ എടുത്തിട്ടുള്ളൂ. ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഫ്രണ്ടിലേക്ക് വേണ്ട നോക്കാം. ഫ്രണ്ടിലേക്ക് പീസ് ഇതുപോലെ മടക്കി വെച്ചിട്ട് 1 ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് വീതം നമുക്ക് താഴോളം മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരക്കണം. അത് വെച്ചാൽ ഫ്രണ്ടിൽ നമുക്ക് ഓപ്പണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് എക്സ്ട്രാ തുണി വേണം. അതുകൊണ്ടാണ് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. ആ 1 ഇഞ്ച് താഴോളം വരച്ച് കൊടുക്കാം. അതിന് ശേഷം ആ ബാക്ക് വശം നമ്മൾ കട്ട് ചെയ്തില്ലേ, അത് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതാ 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ 1 ഇഞ്ച് വിട്ടിട്ട് അത് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളിതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ ഞാൻ വരച്ചില്ലേ അവിടെ ഇതുപോലെ ചെറിയൊരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മളത് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ സെൻറ്ററിലെ കൂടി ലൈനിങ് പീസും അതുപോലെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു പിന്ന് കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് കട്ട് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. എല്ലായിടും ചിലപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ജോർജറ്റ് മെറ്റീരിയലെല്ലാം അറിയുന്നതല്ലേ, കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നീങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചെറിയ പിന്നൊക്കെ കുത്തി വെച്ചിട്ട് കട്ട് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. അതിനുശേഷം ഈ ലൈനിങ്ങും നല്ല തുണി വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് മുകൾ വശവും താഴ്വശവും ഫുള്ളായിട്ടൊന്ന് നമുക്കൊന്ന് ടച്ച് ചെയ്തെടുക്കണം. അത് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ലൈനിങ് പീസിൻ്റെ അടിവശം മടക്കി അടിച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം ടച്ച് ചെയ്യാൻ. ഫ്രണ്ടാണ് ഞാൻ പറയുന്നത്, ഫ്രണ്ട് ഭാഗത്തത് ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി അടിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 പീസ് സ്ട്രെയിറ്റ് ആയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് 2 ഇഞ്ച് വീതിക്കും ഒന്ന് 3 ഇഞ്ച് വീതിക്കുമാണ് എടുത്തിട്ടുള്ളത്. അതിന് നീളം വരുന്നത് നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ എടുത്തിട്ടുള്ളത് അത്രയും ലെങ്ത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ വലതുവശത്ത് 2 ഇഞ്ചിൻ്റെതും ഇടതുവശത്ത് 3 ഇഞ്ചിൻ്റെതുമാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മെറ്റീരിയലിൻ്റെ മുകളിൽ വലതുവശത്ത് വരുന്ന മെറ്റീരിയലിൻ്റെ മുകളിൽ ഈ 2 ഇഞ്ച് വരുന്ന പീസ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് നല്ല വശത്ത് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല വശത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് താഴോളം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പതിച്ചടിച്ചിട്ട് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് അപ്പുറം വശത്തെ ഇതും ചെയ്തെടുക്കേണ്ടത്. അത് 3 ഇഞ്ച് വീതിക്കുള്ള പീസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഈ നമ്മുടെ പട്ടുപാവാടേൻ്റെ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് കുടുക്കും ഹുക്കൊക്കെ വെക്കാൻ വേണ്ടി ചെയ്യുന്നില്ല, ഏകദേശം അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ 2 വശം നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്ന് പതിച്ചിട്ടും കൂടി അടിക്കുന്നുണ്ട്. പതിച്ചടിച്ചതിന് ശേഷം നമ്മുടെ മോശം വശത്തേക്ക് ഇത് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ളതും ഇതേപോലെ തന്നെ നല്ല വശത്ത് വെച്ചടിക്കുക, പിന്നെ പതിച്ചടിക്കുക. ഓപ്പോസിറ്റ് മോശം വശത്തേക്ക് ഇതുപോലെ 2 മടക്കിയിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് താഴെ ഓപ്പൺ വരുന്നത് നല്ല വൃത്തി നമ്മൾ സ്ലിറ്റൊക്കെ വരുന്നില്ലേ, ആ സ്ലിറ്റ് കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നില്ല, അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുന്നത്. മറ്റേ സ്ലിറ്റിന് നമ്മൾ അടിച്ചതിന് ശേഷം ഇങ്ങനെ സൈഡൊക്കെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം സ്ലിറ്റ് അടിച്ചു കൊടുക്കുന്നത് അല്ലേ. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്
ഇങ്ങനെ ആദ്യം തന്നെ ചെയ്തിട്ട് ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ രണ്ടും ചെയ്തിട്ടുണ്ട്. അത് ഇടതുവശത്ത് വരുന്നത്, ഇപ്പുറമുള്ളത് വലതുവശത്ത് വരുന്നത്. അപ്പോൾ ഇടതുവശത്തിൻ്റെ മുകളിൽ വലതുവശം വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ രണ്ട് കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു സൈഡിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ താഴ്വശത്ത് നിന്ന് നമുക്ക് താഴെ ചെറിയൊരു ഓപ്പൺ വരുന്നുണ്ടല്ലോ, ഒരു 10 ഇഞ്ചോളം ഞാനൊന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ചോളം ഇങ്ങനെ മുകളിലോട്ട് ചോക്ക് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്തത് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം രണ്ടും ഒന്നിച്ച് വെക്കുമ്പോൾ ആ ഒരു രണ്ട് സൈഡ് നമ്മൾ ചെയ്യാനുണ്ട്. ആദ്യം ഒരു അറ്റത്തേ കൂടി അടിച്ചെടുക്കുക, എന്നിട്ട് ഓപ്പോസിറ്റ് അറ്റത്തേ കൂടി വരുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ സ്ലോ ആക്കുന്നില്ല. സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെക്ക് വെച്ച് കൊടുക്കണം. ഒരു റൗണ്ട് നെക്ക്, യു നെക്ക് എന്നാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. വി നെക്ക്, അതുപോലെ ആലില ആ ടൈപ്പ് നെക്കില്ലേ, അങ്ങനത്തെ നെക്കൊക്കെ വരുമ്പോൾ കറക്റ്റ് പോയിൻ്റ് സെൻറ്ററിൽ തന്നെ ആ വീടൊക്കെ പോയിൻ്റ് വരണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസിൽ ഇപ്പോൾ വീത എല്ലാം അയൺ ചെയ്തെടുത്തിട്ട് സൈഡൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ, അതായത് ഈ ഇതിലെ ക്യാൻവാസ് ചെയ്ത ആ മെറ്റീരിയലിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററും തമ്മിൽ ഒന്നിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ പിന്നൊക്കെ കുത്തിയെടുത്തിട്ട് നമുക്കൊന്ന് വീനക്ക് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ അതിൻ്റെ സെൻറ്ററിൽ തന്നെ ആ വി ഭാഗം വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോയാൽ ബോറാവും. അതുകൊണ്ട് വീനക്കൊക്കെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. യു ആകുമ്പോൾ പ്രശ്നമില്ല, നമുക്ക് അടിച്ച് കൊടുക്കാൻ അങ്ങനെയാലും പ്രശ്നമൊന്നുമില്ല, സെൻറ്റർ മാറിപ്പോവുകയും ചെയ്യാം. വീക്കും അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു നെക്ക് വരുന്ന മോഡലെല്ലാം ആലില്ല നെക്ക് അങ്ങനത്തെ മോഡലൊക്കെ ആകുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അടിച്ചെടുക്കുക.
എന്നിട്ട് അതിൻ്റെ പീസൊക്കെ കട്ട് ചെയ്തു. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യാം. ഞാൻ ഹെമ്മിങ് ചെയ്യുന്നില്ല. ഞാൻ സാധാരണ ക്യാൻവാസ് വെച്ച് അടിക്കുന്ന എങ്ങനെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ആ ലൈനിങ്ങിലേക്ക് ആ ക്യാൻവാസിൽ അത് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വീഡിയോ കണ്ടാൽ ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബാക്ക് വശം ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. സാധാരണ എല്ലാ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ബാക്ക് വശം ഫിനിഷ് ചെയ്യാം, ഷോൾഡർ ജോയിൻ ചെയ്യാം, സ്ലീവ് ജോയിൻ ചെയ്യാം, സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കും കൂടി ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബട്ടൺസും കൂടി ഇതേ മെറ്റീരിയൽ വെച്ചിട്ട് ചെറിയൊരു ബട്ടൺസും കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ അവിടെ അതിലും ബട്ടൺസും കൂടി വെച്ചിട്ടുണ്ട്. ഒരു 5 ബട്ടൺസ് ആണെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ വിട്ട് 5 എണ്ണം നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതല്ലാണ്ട് വേറൊരു മെത്തേഡും കൂടി ഉണ്ട് ചെയ്യുന്നത്. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്